ഹലോ ഗൈസ്, അപ്പോൾ ചെറിയൊരു ഹോം ടൂറാണ്. ഇതാണ് എൻ്റെ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇതാണ് വീട്. ഇത് വെളിഭാഗമാണ്. അപ്പോൾ വണ്ടി കാര്യങ്ങൾ, കവറ് കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ ഒരേ ഒരു കാറ്. പിന്നെ ഇവിടെയൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം വെളിയത്തെ. ഇനി ഫ്രണ്ടിലേക്ക് ഓരോ കാണിച്ചു തരാം. ഇതൊരു ഉമ്മറത്തെ ഒരു റൂം വരി പഴയ ഒരു വീടാണ്. അപ്പോൾ ഇതിലൊക്കെ അങ്ങനെ ഉണ്ടാവും, ഇവിടെയൊക്കെ അങ്ങനെ. അപ്പൊ ഇത് പുതിയൊരു കട്ടിൽ കിട്ടുന്ന അമ്മമ്മക്ക്. ഇതാണ് അമ്മമ്മ. ഹായ് ഹായ് പറയും. ഇതാണ് അമ്മമ്മ. അപ്പോ ഇവിടത്തെയാണ് കാര്യങ്ങൾ. റേഡിയോ ഒക്കെ ഉണ്ട്. ഇത് കുറെ കൊല്ലായിട്ടുള്ള റേഡിയോ. അപ്പോൾ ഇത് ഇപ്പോഴും വർക്ക് ചെയ്യും. ഇവിടെ ഇങ്ങനെ പാട്ടും കേട്ട് ഉച്ചയ്ക്ക് ഒരു കട്ടിലൊക്കെ ഉണ്ട്, ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാട്ടും കേട്ടിങ്ങനെ ഇരിക്കുക, നല്ല സുഖമാണല്ലോ. ഇനിയിപ്പോൾ അടുത്ത റൂമിൽ പോവാ. അങ്ങനെ ഇതൊരു റൂം. ആദ്യം ഇവിടെ കയറാം. ഇതൊരു ടി വി റൂമാണ്. ഇതാണ് ടി വി റൂം. നമ്മുടെ കാര്യങ്ങളും അപ്പോൾ ഒരു കട്ടിൽ കിട്ടുന്നുണ്ട്, ആരെയും വന്ന് കറക്കാനും അതുപോലെ പോസ്റ്ററൊക്കെ ഉണ്ട്. ഇതാണ് ടി വി റൂമും കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത റൂമില് അതാണ് അമ്മ ഓർഡർ. ഇതൊരു ഹോള് മാതിരി, കാര്യങ്ങളൊക്കെ വന്ന ഇവിടെ ഇരിക്കുക, ചെയറും കാര്യങ്ങളൊക്കെ. അത് അളമാറ. അതെന്റെ ഒന്ന്, ഇത് അമ്മമ്മളെ. അങ്ങനെ ഇപ്പോ സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ വന്നതിൻ്റെതാണ്. വെട്ടിയും സാധനങ്ങളൊക്കെ കാര്യമാക്കേണ്ട ഒരു ഇതാണ് കാണുന്നത് ഇവിടെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കും. ഇതാണ് ദൈവത്തിന്റെ ഒരു പൂജയൊക്കെ ചെയ്യുന്ന ഇവിടെയാണ്. ദൈവമുറിയല്ല, ഒരു ചെറിയൊരു മുറിയാണ്. ഇതുമാതിരി ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പൂജ ചെയ്യുക. പിന്നെ ഇതിനുള്ള സാധനങ്ങളും ദൈവത്തിന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ വെക്കും. അതൊന്നും എല്ലാം വെച്ചിട്ട് ഇനിയിപ്പോ ഇവിടെ ഒരു റൂമാണ്. ഇതിപ്പോ ഒരു കുറച്ചായിട്ടുള്ളൂ ഈ റൂം ആക്കിയിട്ട്. ഇവിടെ നേരത്തെ ഒരു ഹോള് മാതിരിയായിരുന്നു. നമ്മൾ ഈ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇതിലെ വെക്കുന്നതിന് പഴയ സാധനങ്ങൾ. ഇത് മറ്റേ കുത്തിയത് അരി കുത്തിലോ അങ്ങനെ എന്തോ ഒരു സാധനം. ഇത് പഴയ ചെയർ, കസേര, മറ്റേ കടന്ന് നമ്മുടെ ഏത് സിനിമയാണ്, ഏതോ ഒരു സിനിമയില്ലേ അയ്യോ 500 കിടക്കുന്ന ഇതില്ലേ, അതൊക്കെയാണ്. ഇത് നേരത്തെ ഇതൊന്നും ഇല്ല. നേരത്തെ ഇതൊരു ഹോളായിരുന്നു, തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ട്. ഇപ്പൊ അത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ടേബിളൊക്കെ ഇവിടെ വെച്ചു. ഇവിടെ ഇരുന്ന് കഴിക്കൽ ഇവിടെ ഒന്നുമില്ല. പക്ഷെ ഡ്രസ്സ് ഇപ്പൊ മഴയൊക്കെയാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണക്കലും പിടിക്കലൊക്കെ ഇവിടെ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ. ഇനി അടുത്ത റൂം ഇതാണ്. ഇതാണ് ബെഡ്റൂം. അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ, അച്ഛനും അമ്മയൊക്കെ ഇവിടെ കിടക്കാം. ബെഡ്റൂം കാര്യങ്ങളൊക്കെ. ഇവിടെ ബെഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഒന്ന് വെയിലത്തിടാൻ വേണ്ടിട്ട് അവര് ചെയ്തതാണ്. ഇതെങ്ങനെ, ഇവിടെ ഒരു കട്ടില്, ഇവിടെ ഒരു അളമാരയുണ്ട്. ഇതും പഴയ എത്രയോ കൊല്ലത്തെ ഒരു അളമാരയാണ്. അത് എത്ര കൊല്ലാണെന്ന് നമുക്കും അറിയില്ല. അവര് പറഞ്ഞിട്ടുണ്ട് ഇത് മരത്തിന്റെയാണ്, ഫുള്ള് മരവും തേക്കൊക്കെ ആയിട്ടുള്ള സംഭവം. ഇങ്ങനെ ഡ്രസ്സ്, അതൊക്കെ അനിയത്തിയാണ്. അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആന നമുക്കൊരു വീക്ക്നെസ് ആണ്, അതുകൊണ്ടാണ് ആനയുടെ ഇങ്ങനെ കണ്ണാടി ആനയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു കട്ടില്. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഒരു അവളുടെ സമ്മാനം പ്രൈസും കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് കിട്ടിയ. അത് അനിയത്ര പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇത് തൊട്ടാ ഇളകും. ഇതൊക്കെ അവൾക്കേ അറിയുള്ളൂ. ഇതൊന്നും തൊടാനേ പോകാറില്ല. തൊട്ടാ ഇത് എത്രയോ കൊല്ലം മുമ്പത്തെ ഫോട്ടോ. ഞാന്, അച്ഛൻ, അമ്മ, അനിയത്തി, അത് അമ്മയുടെ അമ്മമ്മയാണ്. അപ്പൊ ഇത് എത്രയോ കുറെ കൊല്ലം ഈ സാധനം. ഞാനൊക്കെ 4 3 പഠിക്കുമ്പോഴുള്ള ഫോട്ടോ. വേറെ സാധനം ഇപ്പൊ താഴെ പോകണം. ഇത് എനിക്കൊരു അവാർഡ് കിട്ടിയതാ. ഇപ്പൊ എനിക്ക് ഓഫീസിൽ ഒരു അവാർഡ് കിട്ടിയതാ. ഇൻഡിപെൻഡൻസ് ഡേക്ക് ബെസ്റ്റ് കളർ ഡ്രസ്സ്, അല്ല നാടൻ സൗത്ത് ഡ്രസ്സ് കൊടുത്ത് ഒരു അവാർഡ് കിട്ടി. ഇത് അതിന്റെ ആണ്. ഇപ്പൊ അവിടെ നിന്ന് കൊടുത്തോണ്ട് ഇനി ഇവിടെ എവിടെയും ഒന്ന് സെറ്റാക്കി ഇവിടെ വെക്കാം. 0 പോകണ്ട. 2 ഫാനും ഉണ്ട്. ഇവിടെയും വേണമെങ്കിൽ ആയിരിക്കും കിടക്കുകയൊക്കെ ചെയ്യാം. ഞാനൊക്കെ നിലത്ത് കിടക്കുക, നല്ല സുഖമാണ്. ഇതിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നില്ലേ. ഇനി വേറെ സാധനം കാണിച്ചടാ. ഇത് ഹോള്. നമുക്ക് ഇതിയെ ഇങ്ങനെ പോയിട്ടും വരാം ആ റൂമിക്ക്, ഇതിയെ പോയിട്ട് ആ റൂമിക്ക് പോവാം. അപ്പൊ ഇതാണ്, ഇവിടെയാണ് ഫ്രിഡ്ജ്. അളമാറകൾ കുറെ ഉണ്ട്. ഇത് അമ്മയുടെ അനിയത്തിലേക്കുള്ള അളമാറ. ഫ്രിഡ്ജ് കാര്യങ്ങള്. ഇവിടെയാണ് സ്റ്റെപ്പ്, അത് മോളിക്ക് പോകാനുള്ള സ്റ്റെപ്പാ. ഇതാണ് നമ്മളിപ്പോ കണ്ട റൂം.
അപ്പൊ ആ റൂം കണ്ടില്ലേ, അമ്മയും അച്ഛനൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തേക്ക് ഇവിടെ കിടക്കുകയായിരുന്നു, താഴെ കിടക്കും ഞാൻ ഓരോ കോസിൽ വിട്ട്, നല്ല സുഖമായിട്ട് ഞാനും ഉണ്ടല്ലോ. അങ്ങനെ ഇതിവിടെ ഒരു ഹോള്, ഇത് ജസ്റ്റ് ഒരു ഹോള് മാതിരി. ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, ഒരു അളമാരി, പിന്നെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. ഇതാണ് അടുക്കള, ഇതാണ് അടുക്കള. ഒരു ചെറിയൊരു അടുപ്പ്, ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുക. ഇത് ഇവിടെ ഒരു അടുപ്പുണ്ട്, അടുക്കളയുടെ ഉള്ളിൽ തന്നെ ഒരു അടുപ്പുണ്ട്. പണ്ട് പഴയ വീട്ടിലെ പണ്ടത്തെ ഒരു സെറ്റപ്പ് അടുക്കളയും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു പുഴകളൊക്കെ, ഇവിടെ ഒരു ഇതാ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സംഭവം. പിന്നെ അടുക്കള, ഇവിടെ ഒരു സ്റ്റോർ റൂം വഴി. ഇതാണ് അമ്മ. ഹായ് ഹായ്, ഇതാണ് അമ്മ. ഇവിടെ ഒരു ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ എന്തോ ആലോചിച്ചിരിക്കുക, പണിയൊക്കെ കഴിഞ്ഞപ്പോ വെറുതെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത പണി ചെയ്യാണ്ടേ, അപ്പൊ അതുവരെ പണിയൊക്കെ കഴിഞ്ഞപ്പോ വെറുതെ ഇരിക്കുക. അപ്പൊ ഹായ് ബൈ. ഇന്നിങ്ങനെ ഗ്യാസ് കാര്യങ്ങള്, പിന്നെ മുകളിലത്തെ സ്വിച്ച്, ഇത് ഇനി മുകളിലേക്കുള്ള പരിപാടി കാണിച്ചതാ. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ്. ഇതും കുറെ പഴക്കമുള്ള സ്റ്റെപ്പ്. അപ്പം മെല്ലെ നോക്കി കയറിയില്ലെങ്കിൽ നല്ല താഴെ തന്നെ എത്തും. നോക്കി കയറിയില്ലെങ്കിൽ ഇവിടെയാണ് അമ്മമ്മ അടക്കുക. കയറി വരുമ്പോ തന്നെ ഇത് സ്റ്റെപ്പ് കാര്യങ്ങള്. ഇത് സ്റ്റെപ്പ് അടയ്ക്കാനുള്ളത് സെറ്റപ്പ് ഒക്കെ അതൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് അടയ്ക്കാനും കാര്യങ്ങൾ. ഇതില് എണ്ണയൊക്കെ ആക്കി വെക്കും, നമ്മൾ എണ്ണയൊക്കെ ആട്ടിയിട്ട് എണ്ണയാക്കും. ഇതൊരു സ്റ്റെപ്പ്. ഇതിന്റെ മുകളിൽ സ്റ്റോർ റൂമാണ്. അത് ഈ മൂന്നാമത്തെ നില. പണ്ടൊക്കെ ഈ ചട്ടി അതുപോലെ ഉരുളി അതൊക്കെ മുകളിൽ വെക്കുക. ഇവിടെയാണ് അമ്മമ്മ അടക്കുക. ഉരുളി കാര്യങ്ങളൊക്കെ മുകളിൽ വെക്കുക. ഇതൊരു റൂം. ഇത് എന്റെ റൂമായിരുന്നു. ആദ്യം ഇത് എന്റെ റൂമായിരുന്നു. ആണ്ടാ കമ്പ്യൂട്ടർ കാര്യങ്ങൾ, ഇതിൽ കുറെ ഗെയിമും കാര്യങ്ങളും. ഇതൊക്കെയാണ് എൻ്റെ ഒരു പണ്ടത്തെ ഒരു എൻജോയ്മെന്റ്. കുറെ ഗെയിം കാര്യങ്ങളുണ്ട്. ഞാൻ പണ്ട് സ്കൂൾ വിട്ട് വന്നാൽ തൊട്ട് കളിക്കുന്ന സാധനങ്ങളാണ്. ഇത് കുറെ ഓണാക്കിയിട്ട് ഇനിയിപ്പോ ഓണാവോ ഇല്ല എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അതും ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ കുറെ ബെഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ബെഡ് ഉണ്ട്, ആരെയും വന്നാൽ ഇവിടെയും കിടക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പണ്ടത്തെ റൂം. ഇപ്പൊ അത് അനിയത്തി കൈമാറി. ഇപ്പൊ അവളുടെ സാധനങ്ങളും അവളാ ഇപ്പൊ കിടക്കുന്നത്. ഇതൊക്കെ അവളുടെ ബുക്ക് കാര്യങ്ങൾ, ബാഗ്, പെട്ടി, കുട്ടി. ഇതാ വേറെ സാധനം. ഇത് കണ്ടോ, ഇത് ഞാനാണ്. എൻ്റെ പഴയ ഒരു ഞാൻ, ഇപ്പോഴത്തെ ഞാനും പഴയ ഒരു ഞാനും. ഇത് പക്ഷെ അടിപൊളിയായിരുന്നു, പണ്ടൊക്കെ അടിപൊളിയായിരുന്നു. പണ്ട് നമ്മൾ പുലിയല്ലേ, എന്താ ചെയ്യാ. ഇപ്പൊ ഇങ്ങനെ പോയി അങ്ങനെ. ഇപ്പൊ അടുത്ത റൂം കാണിച്ചതാ. ഇത് എവിടെ ഒരു ഷെൽഫ് ഉണ്ട്, ഇതില് സാധനങ്ങളൊക്കെ വെക്കും നമ്മള്. പണ്ടത്തെ മാതിരി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇത് ഷെൽഫിലായിരുന്നു പണ്ടൊക്കെ വെക്കുക. ഇപ്പോഴാണല്ലോ അളമാരിയും കാര്യങ്ങളൊക്കെ. അതിന് മുമ്പ് ഷെൽഫായിരുന്നു. ഇതൊരു റൂം. ഇവിടെയാണ് ഇപ്പൊ ഞാൻ കിടക്കുന്നത്. ഞാൻ വന്ന ഇവിടെ കിടക്കും. കാരണം ഇവിടെ ഇങ്ങനെ ഫുള്ള് വെളിയില് അവരുടെ ഫുള്ള് ഓപ്പണാണ്. അടിപൊളി വ്യൂ. അതില് പുളിയും കാര്യങ്ങളൊക്കെ വെക്കും നമ്മള്. പുളിയൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ അറിയില്ല. പുളിയില്ലേ, നമ്മുടെ ഈ ഉണങ്ങിയിട്ട് കൊടംപുളി സോറി, അതൊക്കെ ഇവിടെ വെക്കുക. ഇവിടെ കിടക്കുക. ഇതൊരു ബാത്റൂമായി കെട്ടി യൂസും ചെയ്യുന്നില്ല ആരും. പക്ഷെ ഇത് പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ കെട്ടി വെച്ചാണ്, എന്താ അറിയില്ല. നമ്മളിങ്ങനെ ഓപ്പൺ ആണ്, യൂസ് ചെയ്യില്ല. ഫുള്ളും കെട്ടി വെച്ചിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ആനയുണ്ട്. അത് ആനയെ കൊണ്ടുള്ള ഒരു ഇഷ്ടമുള്ള കൊണ്ടാണ്. ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാത്രം. ഇതാണ് സംഭവം. എന്റെ റൂമിൽ ഇവിടെ ഇങ്ങനെ കടന്ന എനിക്ക് ഇവിടെ ഇരുന്ന മൊത്തം വ്യൂവും കിട്ടും. നല്ല അടിപൊളി വ്യൂ. ഫുള്ള് ഓപ്പൺ. ഇത് അവര് എന്റെ അടുത്ത് പറഞ്ഞാണ്, എന്താണ് ഇത് വേണമെങ്കിൽ അടച്ചോ, കാര്യങ്ങളാണ്, എന്തെങ്കിലുമൊക്കെ കേരി വരും അത് ഇത് പറഞ്ഞ്. വേണ്ട, നമുക്ക് ഇങ്ങനെ തുറന്നു കിടക്കട്ടെ. എനിക്കും അതാ ഇഷ്ടം. അടച്ചു കിടക്കണ എനിക്കും ഇഷ്ടമല്ല. അപ്പൊ ഇതാ ഒരു ജനലും വാതിലും കുറെ ഉണ്ട്. ഇത് നോക്കി, ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തന്നെ എൻ്റെ നിന്നൊക്കെ പൊട്ടി. പിന്നെ അത് ചതിലൊക്കെ വന്നപ്പോ അതങ്ങനെ എടുത്തു. ഇനിയിപ്പൊ അവര് വാതിൽ സെറ്റ് ചെയ്യണം. ഇതാണ് അപ്പൊ ഞാൻ വന്ന കിടക്കുന്ന സംഭവം. ഇവിടെയാണ് ഒരു ഫീലാണ്. കാരണം എന്താ സുഖം അറിയും. ഞാനും ഓപ്പണില് നല്ല കാറ്റ്, എ സി ഒന്നും വേണ്ട ഇവിടെ. അത്രയും തണുത്ത കാറ്റ് ഇവിടെ വരും. അപ്പൊ അതൊക്കെയാണ് ഇവിടത്തെ ഒരു ഇത്. ഇനിയിപ്പോ മുകളിലൊരു സംഭവം കാണിച്ചതാ. ഇതിവിടെ ലൈറ്റ് ഇപ്പൊ സെറ്റ് ചെയ്താ ഞാൻ വെച്ചു.
പഴയ ഇതൊക്കെ ഉണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചതാ. പഴയ പെട്ടികൾ കണ്ട, ഇതൊക്കെ അമ്മമ്മി അച്ഛൻ്റെ ഒക്കെ പഴയ പെട്ടികളാ. ഇത് കണ്ട നമ്മുടെ ഈ എന്താണ് ഹോണായി, ജോൺ ഹോണായി, ആ പെട്ടികളാ. ജോൺ ഹോണായിന്റെ പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്റെ ഈ രണ്ടര മോളിച്ചൊരു സംഭവം കാണിച്ചതാ. ഒരു ലൈറ്റ് ഇട്ടു, സ്റ്റെപ്പ് മെല്ലെ കയറണം, അല്ലെങ്കിൽ താഴെ തന്നെ എത്തും. ഇതാണ് റൂം. അയ്യപ്പ, ഇതാണ് റൂമും കാര്യങ്ങളും. ഇതൊരു പഴയ സെറ്റപ്പാണ്, കാരണം സ്റ്റോർ റൂമായിരുന്നു പണ്ടത്തെ. എല്ലാം ചട്ടി കാലം ഡ്രം അത് ഇത് ഉള്ള സംഭവമൊക്കെ ഇവിടെ ഇരിക്കുക. ഇതൊക്കെ റൂമായി. പണ്ട് ഇതൊക്കെ ഇവിടെ ഫുള്ളും സാധനങ്ങളായിരുന്നു. ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് മാറ്റിയിട്ട് ഇത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുക. കയർക്കുണ്ട്, കയറ് പിടിച്ചിറങ്ങണം, അല്ലെങ്കിൽ വഴുക്കും. കയറ് പിടിച്ചത് ഇറങ്ങാനുള്ള സെറ്റപ്പാ. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയൊരു വീട്. ചെറിയ വീടും ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. കാരണം എനിക്ക് ഇവിടെ കടന്നാലേ ഉറക്കം വരിക. ഈ ഫാൻ ഇതും നേരത്തേക്ക് ഇവിടെയായിരുന്നു, നേരത്തെ ഇവിടെയായിരുന്നു കിടക്കുക. പിന്നെ അത് അനിയത്തിക്ക് കൊടുത്തപ്പോ ഞാൻ അവിടെ പോയി. പിന്നെ ഇതാണ്, ഇത് മാത്രമാണ് എൻ്റെ ഇത് എൻജോയ്മെന്റ്. ഈ കമ്പ്യൂട്ടർ ഈ കാര്യങ്ങളൊക്കെ തന്നെ എൻജോയ്മെന്റ്. എത്ര നേരം വേണമെങ്കിൽ ഗെയിം കളിക്കും. ഇതിലെല്ലാ ഗെയിമും ഉണ്ട്. പണ്ടൊക്കെ ഒരു രസമായിരുന്നു, സ്കൂൾ വിട്ട് വന്നാൽ അപ്പ ഗെയിം, കുറെ ചീറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടും, എന്നാലും അപ്പൊ തന്നെ ഗെയിം കളിയാ. എന്താ ചെയ്യാ, നല്ല രസമായിരുന്നു. ഇപ്പൊ അടുത്ത് കാണിച്ചാൽ ഇപ്പൊ ചുണ്ണാമ്പ് അടിച്ചാൽ പെയിന്റ് ഇല്ല, ചുണ്ണാമ്പ്. അതുകൊണ്ടാണ് ഇവിടെ മൊത്തം ചുണ്ണാമ്പും കാര്യങ്ങളൊക്കെ. ഇപ്പൊ മെല്ലെ കുറച്ചായിട്ടില്ല ചുണ്ണാമ്പ് അടിച്ചത്. അതുകൊണ്ടാണ് അതിന്റെ ഇതൊക്കെ സ്വിച്ച് ബോർഡിലും കാര്യങ്ങളൊക്കെ അതിന് മെല്ലെ മെല്ലെ പോവും. മെല്ലെ താഴേക്ക് ഇറങ്ങണം, താഴേക്ക് മെല്ലെ ഇറങ്ങണം, അല്ലെങ്കിൽ ഭയങ്കര ഇതിപ്പോ അടുക്കള. ഇത് അമ്മ എന്തോ പണിയിലാണ്, കാര്യമായിട്ട് എന്തോ പണി ചെയ്ത്. ഇതാണ് അടുക്കള. അപ്പൊ അടുക്കളയിൽ കൂടി നമുക്ക് വെളിയിലേക്ക് ഇറങ്ങണം. ഇതാണ് വീണ്ടും വെളിയെത്തി. അത് എൻട്രൻസ്, ഇതും എൻട്രൻസ്. ഇത് അടുക്കളയ്ക്കുള്ള എൻട്രൻസ്, അത് മെയിൻ എൻട്രൻസ്. ഇത് വളവും കാര്യങ്ങളും പാടും ഇതൊക്കെ ഉണ്ട്. അതിന്റെ വളവും കാര്യങ്ങളൊക്കെ മേടിക്കുക. കാറ് ചെറിയൊരു നമ്മളെ ഞാൻ മോഡിഫൈ ഒക്കെ ചെയ്ത് ചെറുതായിട്ട് തട്ടിമുട്ടിയതൊക്കെ മോഡിഫൈ ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കി പോയി വെച്ചു. ബൈക്ക് അമ്മമ്മ വേറെന്തോ പണിയിലാണ്. അപ്പൊ തുണിയൊക്കെ തിരുമ്പിയത് ഉണക്കായിട്ടിരിക്കുക. എന്റെ പെട്ടി സാധനമൊക്കെ ഒന്ന് വെയിലത്തും വെച്ചിട്ടുണ്ട്. ഇതാണ് ബാത്റൂം, ഉള്ളിലൊരു ബാത്റൂം ഉണ്ട്. അതുകൂടാണ്ട് ഇത് ബാത്റൂമും ഇത് ടോയ്ലറ്റ്. ഇവിടെയാണ് ഇത് അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇപ്പൊ ചോറും കാര്യങ്ങളൊക്കെ വെക്കുക. അടുപ്പ് ഇത് പട്ട കാര്യങ്ങൾ ഇവിടെ, അടുപ്പും ഇതിന്റെയൊക്കെ സെറ്റപ്പ് ഇവിടെയാണ്. അവിടെയുണ്ട് ഒരു അടുപ്പ് പെരയുണ്ട്. ഈ കാണുന്നത് നമ്മളെ വിറകൊക്കെ വെക്കും, വിറക് വരെയാണ്. ഇതാണ് വിറക് വര. ഇവിടെ ഇങ്ങനെ വലിയ മരമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ മരങ്ങളൊക്കെ ആയിരുന്നു, അതൊക്കെ മാറ്റി ഇങ്ങനെ ആക്കി. ഇതാണ് വിറക് വര. നിങ്ങളുടെ അവിടെ എന്ത് പറയുന്നത്? ഇതാണ് വിറക് വര. ഇവിടെ കിണർ, ഇതും ചെറിയൊരു കിണർ. ഇത് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ കിണർ. ഇതാണ് കിണർ. വെള്ളം ഫുള്ളാണ്, നല്ല മഴയൊക്കെയാണ് ഇവിടെ, അതുകൊണ്ട് വെള്ളം ഫുള്ളാ. ഇവിടെ നേരത്തെ ഇവിടെ ടാങ്ക് ആയിരുന്നു, അത് മാറ്റിയിട്ട് അത് വെയിറ്റ് കൂടി അത് ഇതിന്റെ ബലം കുറയുമെന്ന് നോക്കണപ്പോ ടാങ്ക് കേട്ടാ ഒരു അറ്റത്തെ ടാങ്ക് കെട്ടി വെച്ചു, ഒരു മുകളിൽ കയറ്റി. ഇതായിരുന്നു പണ്ടത്തെ ടാങ്ക്. ഇതാണ് സൈഡ് വീട്. ആ കാണാൻ എൻ്റെ റൂം. ഇതാണ് വീട് സെറ്റപ്പ്. ആ കാണാൻ എൻ്റെ റൂം. ഞാൻ അവിടെ നിന്ന് കാണിച്ചത് അതാണ് റൂം. ഇവിടെ കണ്ടോ, ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. അത് എന്താണ് ഈ കൃഷിയുണ്ട്. അപ്പോൾ നെല്ലും കാര്യങ്ങളൊക്കെ വന്നാൽ ഇവിടെ ഉണക്കാടുമ്പോൾ വെള്ളമൊക്കെ തട്ടുമ്പോൾ ഷീറ്റും കാര്യങ്ങളും ഫാനും ലൈറ്റും ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ തന്നെ ഉണക്കലും പിടിക്കലൊക്കെ. ഇതാണ് സംഭവം. ചെറിയൊരു വീടും ബാക്കിലൊക്കെ സ്ഥലമുണ്ട്. അവിടെ ബാക്കിൽ ഒരു വീടുണ്ടായിരുന്നു, അവിടെ ഇപ്പം ആരും ഇല്ല, അവിടെ ഇപ്പം ആരും ഇരിക്കില്ല. അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ. പിന്നെ വീട്ടിൽ വരാനുള്ള വഴി കാര്യങ്ങള്
അത് നമ്മുടെ അടുത്ത ഒരു വീട്. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു സ്റ്റെപ്പ് വഴി. ഇതാണ് വീട്ടിലേക്ക് വരാനുള്ള വഴി. വീട്ടിൽ ബാക്കിൽ കുറച്ച് ചെറിയൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഇത് വീട്ടിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലം കാര്യങ്ങൾ. ഇതെവിടെ ഇതും വിറക് വരെയാണ്. മരം തെങ്ങിനടുത്ത് ഇവിടെ മൊത്തം വാഴയൊക്കെ വെച്ചിട്ടാണ്. ഇപ്പം അത് തെങ്ങും കാര്യമൊക്കെ വെച്ചു. ഇതാണ് വഴി വീട്ടിൽ കയറാൻ. ഇതാ ഒരു പൂജ, കള്ള പൂജ. ഇതാണ് വീട്. ഇതാ ബാക്ക് വ്യൂ. ചെറിയൊരു സെറ്റപ്പ്. നമ്മുടെ ചെറിയൊരു വീടാണ്, വലിയ ഇതൊന്നുമല്ല. പഴയ ഒരു എത്ര പഴയതാണെന്ന് ഒരു 10-120 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ വീട്. അവർ പറഞ്ഞാണ് അമ്മമ്മയും കാര്യങ്ങൾ. കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മ അവരെയൊക്കെ ചെറുപ്പത്തുള്ള വീടാണ്. അപ്പോൾ അതൊക്കെയാണ്. ഇതാണ് എൻ്റെ വീടും ഇതൊക്കെ. പിന്നെ വീടിൻ്റെ വ്യൂ കാണിച്ചത്, ഫ്രണ്ട് വ്യൂ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഈ മരവും പിന്നെ അതുപോലെ ഈ മരവും പിന്നെ അവിടെ ഒരു പേരയ്ക്ക മരമുണ്ട്. അതൊക്കെ ഞാൻ വെച്ചത്. ഞാനിപ്പോൾ 1-1.5 കൊല്ലത്തിന് മുമ്പ് വെച്ചാണ്. അത്ര വലിയ ഇതാണ്. ഇവിടെ ഒരു ഗ്രൗണ്ട്, ചെറിയൊരു ഗ്രൗണ്ട്, വോളിബോൾ കോർട്ട്. ഇങ്ങനെ ഗേറ്റ്. ഇതാണ് ഗേറ്റ്. ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു ഹോം ടൂർ. എന്തായാലും ഇപ്പോൾ ഹോം ടൂർ ഫാഷനുള്ളൂ. അതുകൊണ്ടാണ് ഞാനും ചെറുതായിട്ടൊരു ഹോം ടൂർ. അത്ര നമ്മുടെ അത്ര ഇത് സെറ്റപ്പില്ലെങ്കിലും ചെറുതായിട്ടൊരു ഹോം ടൂർ ഞാനും എടുത്തു. അപ്പം എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി തന്ന സൗകര്യം എങ്ങനെയൊക്കെ രക്ഷപ്പെടണ്ടേ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.